ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും കുറുമ്പ് യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാമല്ലോ. അയ്യപ്പന്മാർ മാലയിട്ട് വ്രതമെടുത്ത് മലയ്ക്ക് പോകാൻ വേണ്ടി ഒരുങ്ങുന്നൊരു ദിവസമാണ് ഇന്നത്തേത്. ഇങ്ങനത്തെ ഒരു പ്രത്യേക ദിവസത്തിൽ രാവിലെ അമ്പലത്തിലെല്ലാം പോയി വന്നാലോ എന്ന് വിചാരിച്ചു. അപ്പം ഇത് നമ്മുടെ ഒരു ഏട്ടൻ്റെ മോൻ്റെ ഭാര്യ കേട്ടോ. ഇവിടെ കെട്ടിയ മാല ഇടുന്നുണ്ട്. അതും കൂടെ നമ്മളൊന്ന് പോകാമെന്ന് വിചാരിച്ചു. ഇത് നമ്മുടെ തൊട്ടടുത്തുള്ളൊരു ചേട്ടായിട്ടാ. ചേട്ടായി ടൗണിൽ പോകാൻ വേണ്ടി വണ്ടിയും കത്ത് അവിടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോഴായിരുന്നു ഒരു റിക്ഷ വന്നത്. നമ്മൾ ആ റിക്ഷയിൽ കയറി ചേട്ടായി ടൗണിൽ പോയി നമ്മൾ നേരെ അമ്പലത്തിലോട്ട് പോകും. ഇപ്പം ഈ ഭാഗമൊക്കെ ഒരു കാട് പിടിച്ചതുപോലെയാണ്. പക്ഷെ എന്നാലും ഉത്സവത്തിൻ്റെ സമയമാകുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. ചുറ്റോട് ചന്തയും പിന്നെ എന്തെല്ലോ അലങ്കാരവും ഇതൊക്കെ കാണുമ്പോഴത്തേക്കും നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. ഇത് അമ്പലത്തിൻ്റെ ബാക്ക് വശത്തുള്ളൊരു ഭാഗമാണ് കേട്ടോ. ഫ്രണ്ട് അപ്പുറത്താണ്. അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗത്തെത്തി അവിടെ ചെരുപ്പ് വെക്കാൻ ഓടി പോവുക. കാല് കഴുകാനുള്ള സൗകര്യമൊക്കെ അമ്പലത്തിൻ്റെ അകത്തായിട്ടായിരുന്നു. കാലൊക്കെ കഴുകി ഞങ്ങൾ അമ്പലത്തിലേക്ക് ഒന്ന് കയറി തൊഴുതിട്ട് വരാം. വരണോ? നടന്നു ഇത് ഫോട്ടോല്ല, ഇത് വീഡിയോ എടുത്ത. അമ്പലത്തിൻ്റെ അകത്ത് കുറേ ആൾക്കാരുണ്ട് കേട്ടോ. അവരൊക്കെ ഭക്ഷണം കഴിക്കാനൊക്കെ ആയിട്ട് ഇരിക്കുന്നവരാണ്. ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്നില്ല. എൻ്റെ രണ്ട് പിള്ളേർ, അവർ ആൺപിള്ളേർ രണ്ടുപേരും വന്നിട്ട്. അപ്പം പിന്നെ അവരവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ നിൽക്കുന്നില്ല. ഞങ്ങൾ പോവാം. അടുത്ത പിന്നെ ശ്രീരാമൻ്റെ അമ്പലത്തിലും കയറി അവിടെ ഒന്ന് തൊഴുത്തിട്ട് പോവാം വീട്ടിലോട്ട്. ഓക്കെ, ഇത് നമ്മുടെ ശ്രീരാമൻ്റെ അമ്പലം കേട്ടോ. തൊട്ടടുത്ത് തന്നെ അപ്പുറത്തുള്ള സുബ്രഹ്മണ്യൻ്റെ ഇവിടെയുള്ള ശ്രീരാമൻ, രണ്ട് അമ്പലം അടുത്തടുത്ത് തന്നെ. ഇവിടെ അമ്പലത്തിൽ ആൾക്കാർ കുറവാണ് കേട്ടോ. എല്ലാവരും ഇനി വരാൻ ഉള്ളത് കൊണ്ടോയെന്ന് അറിയില്ല, ഇത് വന്നിട്ട് പോയതാണോ എന്ന് അറിയില്ല. ആൾ കുറവാണ്. തൊഴുത് അമ്പലം ചുറ്റുന്ന സമയത്ത് വീഡിയോ നേരെ എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഇടന്ന്. അതുകൊണ്ട് ആദ്യമായി എൻ്റെ വീഡിയോ ആരെങ്കിലും കാണുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ എൻ്റെ അടുത്ത വീഡിയോയുമായി പിന്നെ കാണാം. അതുവരേക്കും എല്ലാവരോടും ടാറ്റാ, ബൈ ബൈ.